ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യർക്ക് ആശ്വാസം. 4ാം പ്രതിയായ സന്ദീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി. അന്വേഷണത്തോട് സഹകരിക്കാനാണ് നിർദ്ദേശം. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരിമോഹൻ, ഇപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ബാധികളോടെയാണോ? തീർച്ചയായിട്ടും സ്മൃതി, അതായത് ഇതിന്റെ തുടക്കം മുതൽക്ക് തന്നെ സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ള ചില വാദങ്ങളുണ്ട്. ആ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഒരു ഫോട്ടോ മറ്റു ചിലർ ചേർന്ന് കുത്തിപ്പൊക്കുകയായിരുന്നു. തനിക്ക് അതിനകത്ത് പങ്കില്ല, താൻ നേരിട്ട് ഒരു അധിക്ഷേപവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ വാദം പല ദിവസങ്ങളായി നടക്കുകയായിരുന്നു. പക്ഷേ പോലീസ് റിപ്പോർട്ട് വൈകിയതിനെ തുടർന്നാണ് അതിന്റെ തീരുമാനം വൈകിയത്. ഇപ്പോൾ ഒടുവിൽ ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടുകൂടി തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാലും അവരുടെ മുന്നിൽ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നതടക്കമുള്ള സ്ഥിരം ഉപാധികൾ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദീപ് വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ നോട്ടീസ് അയക്കുകയോ അന്വേഷണ സംഘം ചെയ്തിരുന്നില്ല. കാരണം ഇതിന്റെ പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉള്ളത് ഈ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള രജിത പുളിക്കൽ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു. കാരണം അവർ നേരിട്ട് സൈബർ അധിക്ഷേപം, അതിജീവിതക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന്റെ തെളിവുകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ സന്ദീപിന് എതിരായിട്ടുള്ള പോലീസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് സന്ദീപ് ഈ ഫോട്ടോ അത് ദുരുപയോഗം ചെയ്യുന്നതിനു വേണ്ടി ചിലർക്ക് കൈമാറുകയുണ്ടായി. ആ ഫോട്ടോയാണ് ഈ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനുള്ള കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ താൻ അറിഞ്ഞുകൊണ്ടല്ല താൻ അത്തരം കാര്യങ്ങൾ ചെയ്ത് ഇത് പുറത്ത് ലീക്കായി, അല്ലെങ്കിൽ പുറത്ത് ഇത് വലിയ രീതിയിൽ പ്രചാരണമായതിന് തൊട്ട് പിന്നാലെ തന്നെ താൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടുമുണ്ട്. തൻ്റെതായിട്ടുള്ള രീതിയിൽ താൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലോ താൻ മറ്റേതെങ്കിലും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലോ താൻ ഇത് പങ്കുവച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചത്. അതാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ സന്ദീപ് വാര്യരെ ചോദ്യം ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സന്ദീപിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനുമുള്ള സാധ്യതയുണ്ട്. നേരത്തെ പ്രോസിക്യൂഷനും ഇത് സംബന്ധിച്ച് വാദം കേൾക്കുന്ന സമയത്ത് സന്ദീപിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കാര്യമായ വാദഗതികളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം മുന്നോട്ട് പോകുന്തോറും പ്രോസിക്യൂഷൻ പറഞ്ഞത് അതിന്റെ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ കടുത്ത നടപടിക്കുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കേസ് അന്വേഷിക്കുന്ന സിറ്റി സൈബർ പോലീസ് അറിയിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഒരു വാദമായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഓരോ ദിവസം കഴിയുന്തോറും, അതായത് ആദ്യം പോലീസ് റിപ്പോർട്ട് വൈകി, പിന്നീട് കേസ് ഡയറി വൈകി, ഒടുവിൽ ഇതെല്ലാം ലഭിച്ച ശേഷമാണ് ഇന്നിപ്പോൾ സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള തീരുമാനം ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സന്ദീപ് അടക്കം 5 പ്രതികളാണ് നിലവിൽ ഈ കേസിനകത്തുള്ളത്. ഇതിൽ രജിത പുളിക്കൽ, ഒപ്പം തന്നെ ദീപ ജോസഫിന്റെ 2 അക്കൗണ്ടുകൾ, അതുകൂടാതെ സന്ദീപ് വാര്യറാണ് 4ാം പ്രതി. കേസിലെ 5ാം പ്രതി രാഹുൽ ഈശ്വറാണ്. ഈ കേസിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് സ്വീകരിച്ച നടപടി നമ്മൾ നേരത്തെ കണ്ടതാണ്. 16 ദിവസത്തോളം രാഹുലിന് ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു. പക്ഷേ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ സന്ദീപിനെ സംബന്ധിച്ച് ഈ കേസിൽ അത്തരം തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.